മൂണിലേക്കുള്ള ട്രെയിൻ ഡാഹി കയറുന്നതോടെയാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രെയിനിൽ കയറി എന്ന് ഉദ്ദേശിക്കുന്നത് അവൾ ക്രിപ്റ്റോ എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്തു വെച്ചു എന്നാണ്. നീ എന്നെ കൂട്ടാതെ തന്നെ പോവാണല്ലേ എന്ന് ജിസോങ് പറയുന്നുണ്ട്. എന്നാൽ നീയും വേഗം വാ എന്ന് ഡാഹി പറയുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് പിണങ്ങി പോവുകയാണ് ജിസോങ്. എന്ന് വെച്ചാൽ ജിസോങ് ക്രിപ്റ്റോയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. ആ ട്രെയിൻ നയിക്കുന്നത് തന്നെ യുങ്സാങ് ആണ്. ആ ട്രെയിനിൽ ഒരുപാട് ആളുകളെ കാണാം. ഈ യാത്രയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടായേക്കാം, വീഴ്ചകൾ ഉണ്ടായേക്കാം. ഞങ്ങൾ ഈ യാത്ര സേഫ് ആയ ഒരു യാത്ര ആയിരിക്കുമെന്ന് ഒരു ഉറപ്പും നൽകുന്നില്ല എന്ന് ആദ്യമേ അവർ മുന്നറിയിപ്പ് നൽകിയത് ഇതുകൊണ്ടാണ്. ക്രിപ്റ്റോയിൽ ക്യാഷ് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്നും നല്ല പ്രോഫിറ്റ് ഉണ്ടായെന്ന് വരാം. ചിലപ്പോൾ നമ്മളുടെ സമ്പാദ്യം മുഴുവനായി നഷ്ടപ്പെട്ട് നമ്മൾ ദരിദ്രരായി മാറിയേക്കാം. എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും എന്നു മാത്രം. അങ്ങനെ ക്രിപ്റ്റോ ആകുന്ന ട്രെയിനിൽ കയറി ഡാഹി അവളുടെ യാത്ര തുടങ്ങുകയാണ്. അവൾ അതിൽ വിജയിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം മാത്രമായി 4ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നു. അങ്ങനെ പുതിയ വീട് കാണാൻ വന്നിരിക്കുകയാണ് അമ്മ. ഡാഹി നോക്കുമ്പോൾ ക്രിപ്റ്റോയിൽ റേറ്റ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് വീടെല്ലാം ഇഷ്ടമാകുന്നുണ്ട്. എന്നാൽ നീ എന്താ നമ്മുടെ ഫോട്ടോ ഒന്നും എടുത്തിടാത്തെ എന്ന് ചോദിച്ച് ഫോട്ടോ തൂക്കാൻ ആണി അടിക്കുകയാണ് അമ്മ. എന്നാൽ ഓടി വന്ന് അമ്മയെ തടയുകയാണ് അവൾ. അമ്മേ, ആണി അടിക്കാൻ ഇത് നമ്മുടെ സ്വന്തം വീടല്ല, റെന്റിനെടുത്തതാണ് എന്നാണ് അവൾ പറയുന്നത്. അമ്മയോട് സംസാരിച്ച് ആകെ മൂഡ് പോയിയാണ് ഡാഹി നടക്കുന്നത്. അവൾക്ക് ഇനിയും അമ്മയ്ക്ക് എന്തെല്ലാമോ ചെയ്തു കൊടുക്കണമെന്നുണ്ട്. ആകെ വിഷമത്തിൽ യുങ്സാങ്ങിനെ വിളിച്ചു സംസാരിക്കുമ്പോൾ ഇനി ഈ വിഷമത്തിൽ പോയി കുടിച്ച് ബോധം കെട്ട് കിടക്കരുതെന്ന് ആദ്യമേ പറയുന്നുണ്ട്. കാരണം ഡാഹിക്ക് കുടിച്ച് ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയും കിട്ടില്ല. അതുപോലെ അപ്പോൾ എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു ഓർമ്മയും ഉണ്ടാകില്ല. പിന്നീട് കാണുന്നത് കരോക്കയുടെ മുന്നിൽ നിന്ന് ഒരു ബിയർ അടിച്ചാൽ ഒന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് പറയുന്ന ഡാഹിയാണ്. സീൻ കട്ടായാൽ അടുത്ത ദിവസം ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് യുങ്സാങ്ങും ജിസോങ്ങും. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഡാഹിയും കയറുമ്പോൾ നിന്നെ എന്താ ഒരു മണം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ എന്നത്തെയും പോലെ ക്രിപ്റ്റോയെക്കുറിച്ചും എങ്ങനെ റിച്ച് ആവാം എന്നതിനെക്കുറിച്ചും ക്ലാസ് എടുക്കുകയാണ് യുങ്സാങ്. ഇതേസമയം പുലർച്ചെ 2 മണിക്ക് മോട്ടലിൽ തീ പിടിച്ചെന്നും 20 പേർക്ക് പരിക്കേറ്റെന്നും ന്യൂസ് കാണിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തു നിന്നെടുത്ത വീഡിയോയിൽ ഒരു ലേഡി പെട്ടെന്ന് തീ പിടിച്ചു, ഞാൻ ഒന്നും നോക്കിയില്ല, ഓടി രക്ഷപ്പെട്ടു, എന്താ ഉണ്ടായ എന്നറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ മുഖം എവിടെയോ കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് പറഞ്ഞു അവർ നേരെ നോക്കുന്നത് ഡാഹിയെ ആണ്. അതെ, ആ ന്യൂസിൽ കണ്ടത് നമ്മുടെ ഡാഹിയെ തന്നെയായിരുന്നു. അവൾ വേഗം അവരുടെ അടുത്തു നിന്ന് മുങ്ങുന്നുണ്ടെങ്കിലും എന്ത് കാര്യം, ഓഫീസിലുള്ളവർ എല്ലാം ആ ന്യൂസ് കാണുകയും അത് ഡാഹി ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. നോക്ക്, മോട്ടൽ ഗേളിന്റെ മുഖം അങ്ങനെ പുറത്തു വന്നിരിക്കുന്നു എന്ന കമന്റ് ഡാഹിക്ക് വായിച്ചു കൊടുക്കുകയാണ് മിസ്റ്റർ കോ. ഇത് എഡിറ്റ് ചെയ്ത ആൾക്ക് നിന്റെ ഫേസ് കുറച്ചുകൂടി ബ്ലർ ചെയ്യാമായിരുന്നെന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ നീ വേഗം പോയി കല്യാണം കഴിക്കുന്ന കോ പറയുമ്പോൾ അതിന് എനിക്കിപ്പോൾ ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ എന്ന് പറയുകയാണ് അവൾ. പിന്നെ നീ ആരുടെ ഒപ്പമാണ് മോട്ടലിലേക്ക് പോയേ എന്ന് കോ ചോദിക്കുന്നു. അതേ ചോദ്യമാണ് ജിസോങ് യുങ്സാങ്ങും ഡാഹിയോട് ചോദിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഡാഹിക്ക് കോൾ വരുന്നുണ്ടെങ്കിലും അവൾ കോൾ എടുക്കുന്നില്ല. ഹ്യൂജ് മിസ്റ്റേക്ക് എന്നായിരുന്നു അവൾ ആ നമ്പർ സേവ് ചെയ്തിരുന്നത്. എന്തായാലും അവളുടെ കൂടെ മോട്ടലിൽ ആരായിരുന്നെന്ന് അവൾ തുറന്നു പറയുന്നില്ല. ന്യൂസിന്റെ കമന്റ് ബോക്സ് മൊത്തം ഇപ്പോൾ ഡാഹിയെക്കുറിച്ച് മോശം കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. യുങ്സാങ് ഇരുന്ന് എല്ലാ മോശം കമന്റിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതിൽ മോശം കമന്റ് ഇട്ട ആൾക്ക് ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ ഡാഹി ഞെട്ടിപ്പോകുന്നുണ്ട്. അത് അവളുടെ അമ്മ തന്നെയായിരുന്നു. അമ്മയെ വിളിക്കുമ്പോൾ അവളോട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് മാത്രമാണ് അമ്മ ചോദിക്കുന്നത്. അത് അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. കോൾ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നിൽക്കുന്നു ഒടിഞ്ഞ കൈയുമായി ജിയു. എന്താ നീ എന്റെ കോൾ എടുക്കാത്തെ എന്ന് ജിയു ചോദിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിന്നാലെ ചെന്ന് നീ ഇപ്പോൾ വലിയ സെലിബ്രിറ്റി ആയല്ലോ എന്ന് ചോദിക്കുകയാണ് അവൻ. എന്നാൽ അതൊക്കെ എൻ്റെ പേഴ്സണൽ ലൈഫാണ്, വർക്ക് പ്ലേസിൽ അതൊന്നും ചോദിക്കാനും പറയാനും പാടില്ല എന്ന് അവൾ പറയുമ്പോൾ ഓ പ്രൈവറ്റ് ലൈഫ് അല്ലേ, ഓക്കെ എന്ന് പറഞ്ഞ് പോവുകയാണ് ജിയു. എന്തായാലും മീഡിയയ്ക്കെതിരെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് യുങ്സാങ്. ഡാഹിയുടെ ഫേസ് ശരിയായി ബ്ലർ ചെയ്യാത്തതിനും അവളുടെ പേഴ്സണൽ ലൈഫ് വെച്ച് ന്യൂസ് ചെയ്തതിനും ഉടനെ തന്നെ അവർ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഡാഹിയോട് മാപ്പ് പറയാമെന്ന് പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ജിസാങ്ങിൻ്റെ അമ്മയാണോ, ഞാനാണോ അന്ന് നടന്ന ഡേ കെയർ സ്കൂൾ ബസ് ആക്സിഡന്റിന്റെ ന്യൂസ് കവർ ചെയ്തതെന്നും പറയുന്നുണ്ട് ആ വിളിച്ച ലേഡി. അന്ന് നമ്പർ സേവ് ചെയ്തിരുന്നെന്നും കുട്ടിയുടെ അച്ഛനെ 2-3 തവണ വിളിച്ചിരുന്നെന്നും പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞ് കോൾ വെക്കുകയാണ് യുങ്സാങ്. യുങ്സാങ്ങിന്റെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും.
ഡാഹിയും മറ്റു സ്റ്റാഫുകളും കൂടി മാർക്കറ്റിങ്ങിന് വന്നിരിക്കുകയാണ്. ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങളും ഡോക്ടർ ജിയും ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയോട് ഒരു സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് ഡാഹിയും ജിയുയും ഒന്നിച്ചുള്ള ഫോട്ടോ ഹെഡ് ക്വാർട്ടേഴ്സിൽ കണ്ടെന്നും നിങ്ങൾ നല്ല മാച്ച് ആണെന്നുമാണ് ആ സ്റ്റാഫ് പറയുന്നത്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഡാഹിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഡാഹി പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നാണ്. എന്നിട്ട് അവൾ ഡാഹിയെ നോക്കുന്നത് കാണാം. പിന്നീട് കാണിക്കുന്നത് വില കൂടിയ റിങ് വാങ്ങാൻ വന്നിരിക്കുന്ന ജിസോങ്ങിനെയാണ്. ഇന്ന് അവളുടെ ഓഫീസിൽ ഒരു സ്റ്റാഫിൻ്റെ കയ്യിൽ നല്ലൊരു റിങ് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ എനിക്കും വേണം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ജിസോങ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മുതൽ ഫാൻസി ഐറ്റംസിനോട് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു. അവളുടെ അച്ഛൻ ബിസിനസ്സായി മുന്നോട്ട് പോയപ്പോൾ അമ്മയാണെങ്കിൽ എന്നും പ്രാർത്ഥിച്ചിരുന്ന ആ സ്വാമിയുടെ കൂടെ പോയി. ഒരു ദിവസം ജിസോങ് കാണുന്നത് സന്യാസിയായി മാറിയിരിക്കുന്ന അച്ഛനെയാണ്. അച്ഛൻ ഓൾറെഡി വീടും സ്വത്തുക്കളും ആശ്രമത്തിൽ എഴുതി വെച്ചതറിഞ്ഞു. ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരയുന്ന ജിസോങ്ങിനോട് മരിക്കുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞു പോകുകയാണ് അച്ഛൻ. അങ്ങനെ ജിസോങ് ഒറ്റയ്ക്കാവുന്നു. ഇത്ര വലിയ ട്രാജഡി സ്റ്റോറി വേറെ ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് പറഞ്ഞ് കരയുകയാണ് അവൾ. സങ്കടമെല്ലാം ജിസോങ് പറഞ്ഞു കഴിയുമ്പോൾ ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത്, ക്രിപ്റ്റോ ചെയ്യാൻ എന്ന് പറയുകയാണ് യുങ്സാങ്. യുങ്സാങ് എപ്പോഴും അങ്ങനെയാണല്ലോ, എന്തു പറഞ്ഞാലും അവസാനിക്കുന്നത് ക്രിപ്റ്റോയിലാണ്. ഇതേ സമയം വീട്ടിലേക്ക് പോകുകയാണ് ഡാഹി. ബസ്സിലിരിക്കുമ്പോൾ തലേ ദിവസം നടന്ന ചില ഓർമ്മകൾ അവൾക്ക് വരുന്നുണ്ട്. ഇതേ സമയം തന്നെ എനിക്ക് നിന്നോട് സംസാരിക്കണം, വേഗം എന്നെ വന്ന് കാണണം എന്ന് ജിയുവിൽ നിന്ന് മെസ്സേജ് വരികയാണ് അവൾക്ക്. പിന്നീട് കാണിക്കുന്നത് തലേ ദിവസം നടന്നതാണ്. മോട്ടലിൽ ഡാഹിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ ഓരോന്നൊക്കെ എഴുതി വെച്ച് ബോധം കെട്ട് ഉറങ്ങുകയാണ് ഡാഹി. തിരിഞ്ഞു കിടക്കുമ്പോഴാണ് മോട്ടലിൽ അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് ജിയു ആണെന്ന് മനസ്സിലാകുന്നത്. ബസ്സിൽ നിന്നും ചാടി ഇറങ്ങി അവൾ നേരെ ചെല്ലുന്നത് ജിയുവിൻ്റെ അടുത്തേക്കാണ്. ഒരുപാട് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞാണ് അവൾ അവൻ്റെ റൂമിൽ എത്തുന്നത് തന്നെ. അവൻ്റെ റൂമിൽ നിന്നുള്ള പുറത്തെ കാഴ്ച കണ്ടു നിൽക്കുന്ന ഡാഹിയോട് നീ എന്തൊക്കെയാ എൻ്റെ കയ്യിൽ എഴുതി വെച്ചിരിക്കുന്നേ, നാഷണൽ ട്രഷർ, സ്മോക്കിംഗ് ഹോട്ട് എന്ന് അവൻ വായിക്കുമ്പോൾ അവൾ നാണം കെട്ട് അത് മായ്ച്ചു കളയാൻ അവൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. എന്നാൽ നീ എന്താ ഒന്നും സംഭവിക്കാത്തതുപോലെ പെരുമാറുന്നേ, എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ജിയു. പിന്നീട് കാണിക്കുന്നത് തലേ ദിവസം നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിയു എഴുതി കൊടുത്ത പുതിയ പാട്ടിനെ പറ്റി കൂട്ടുകാരൻ ഒരു അഭിപ്രായവും പറയുന്നില്ല. അതെ, നീ ഈ പാട്ട് എഴുതുന്നത് ഹോബിയായി മാത്രം എടുത്താൽ മതി, അല്ലാതെ സീരിയസ് ആക്കണ്ട എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. ഇത് ആദ്യത്തെ വട്ടം ഒന്നുമല്ലല്ലോ നിന്റെ പാട്ട് മോശമാവുന്നതെന്ന് കൂട്ടുകാരൻ പറയുന്നത് കൂടി കേൾക്കുമ്പോൾ എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്നവർ ചിലരെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും സങ്കടത്തിൽ ഇറങ്ങി പോവുകയാണ് ജിയു. കരോക്കെ റൂമിലിരുന്ന് അടുത്ത മുറിയിൽ ഒരാൾ തൻ്റെ പാട്ട് പാടുന്നത് ജിയു കേൾക്കുന്നു. ആരാണെന്നറിയാൻ ജിയു അകത്ത് പോകുമ്പോൾ അത് ഡാഹി ആണെന്ന് കണ്ടതിൽ അത്ഭുതപ്പെടുകയും അവൻ ഷോക്കാകുകയാണ്. ഇത് ജിയുവിൻ്റെ പാട്ട് ആയതുകൊണ്ടാണ് നിനക്ക് ഈ പാട്ട് നല്ല ഇഷ്ടമാണോ, എന്താ ഇഷ്ടപ്പെടാൻ കാരണം, ഈ സോങ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ച് അവളുടെ പിന്നാലെ നടന്നിരുന്നത്. കാരണം അവൻ്റെ സോങ് നല്ലതാണെന്ന് ഇതുവരെയും അവനോട് ആരും പറഞ്ഞിട്ടില്ല. പിന്നീട് അവർ രണ്ടുപേരും ഒന്നിച്ച് ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട്. ഡാഹി തൻ്റെ കുടുംബം സാമ്പത്തികമായി തകർന്നതിനാൽ 18-ാം വയസ്സിൽ തന്നെ ഒരു TV പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്ന കാര്യം ജിയുവിനോട് പങ്കിടുന്നുണ്ട്. അതേ പരിപാടിയിൽ ജിയുവും തൻ്റെ പാട്ട് അവതരിപ്പിച്ചിരുന്നു. പക്ഷെ ജിയു അന്ന് വളരെ ടെൻഷനിലായിരുന്നതിനാൽ പാട്ട് നല്ല രീതിയിൽ പാടാൻ കഴിഞ്ഞില്ല. തൻ്റെ മോശം സമയത്തൊക്കെ തന്നെ ഞാൻ ഈ പാട്ട് പാടാറുണ്ടെന്നും അത് തനിക്ക് ആശ്വാസം നൽകാറുണ്ടെന്നും ഡാഹി പറയുമ്പോൾ ആ വാക്കുകൾ ജിയുവിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. സംസാരിച്ച് അവസാനം രണ്ടുപേരും അടുത്തു വരികയും ഒടുവിൽ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ ഒരു മോട്ടലിലേക്ക് പോയി ആ രാത്രി ഒരുമിച്ച് ചെലവഴിക്കുന്നു. സീൻ കട്ടായാൽ നീ എന്തിനാണ് എന്നെ ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെയല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞാൽ അത് രണ്ടുപേർക്കും മോശമാണ്, അതുകൊണ്ട് തന്നെ അന്ന് അറിയാതെ സംഭവിച്ച തെറ്റായി കണ്ട് എല്ലാം മറക്കാൻ പറയുകയാണ് ഡാഹി. എന്നാൽ കാശുകൊണ്ട് ഞാൻ സമ്പന്നനായേക്കാം, എന്നാൽ സ്നേഹം കൊണ്ട് നീയാണ് എന്നേക്കാൾ മുന്നിൽ. കാരണം നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ നിന്റെ കൂടെ അമ്മയും കൂട്ടുകാരും ഒക്കെ നിന്നില്ലേ, എന്നാൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എൻ്റെ അമ്മ ഒന്നിനും എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ് ജിയു. എന്നിട്ട് ഇനിയും എന്നെ ഒഴിവാക്കരുതെന്ന് ഡാഹിയോട് പറയുകയാണ്. ഡാഹി അതിന് മൗനം സമ്മതം എന്ന പോലെ കേട്ടു നിൽക്കുകയാണ്. പിന്നീട് തന്റെ എല്ലാ സമ്പാദ്യവും ക്രിപ്റ്റോയിലേക്ക് നിക്ഷേപിക്കുന്ന ഡാഹിയെ കാണാം. അവൾ നേരെ പോകുന്നത് കൂട്ടുകാരികളുടെ അടുത്തേക്കാണ്. അവരോട് ജിയുവിനെ പറ്റിയും ക്രിപ്റ്റോയിൽ ക്യാഷ് ഇട്ടതിനെ പറ്റിയും അവൾ പറയുന്നു. ഇനി നല്ലൊരു ജീവിതം മുന്നോട്ട് വേണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്, കൂടെ ജിയുവും.
പാസ്റ്റിൽ 2004 തന്റെ സ്വന്തം പാട്ട് TV പരിപാടിയിൽ പാടുന്ന ചെറുപ്പക്കാരനായ ജിയുവിനെ കാണിക്കുന്നു. അത് മോശമായതുകൊണ്ട് തന്നെ സ്കൂളിലെ മറ്റു കുട്ടികൾ അവനെ കളിയാക്കുന്നുണ്ട്. എന്നാൽ ഡാഹിയെ ആരും മോശമായി പറയാത്തത് കൊണ്ട് തന്നെ അവൾ അന്ന് ഹാപ്പി ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജിയു തന്നെ ഡാഹിയുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക, അവർ ഒന്നിക്കുമോ എന്നെല്ലാം കണ്ടറിയാം. 5ാമത്തെ എപ്പിസോഡ് അടുത്ത ആഴ്ചയാണ് റിലീസാകുന്നത്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആരും മറക്കരുത്.